വളരെ ബഹുമാന്യനും പ്രിയങ്കരനുമായ കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രമുഖനായ കലാകാരൻ ശ്രീ മോഹൻലാൽ, നമ്മുടെ കേരളത്തിൻ്റെ എല്ലാവരുടെയും ലാലേട്ടൻ, ഈ വേദിയിൽ നമുക്ക് സ്വാഗതം ആശംസിച്ച കേരള സോണിന് ധാരാളം അവാർഡുകൾ നേടിക്കൊടുത്ത GST കമ്മീഷണറേറ്റിൻ്റെ കേരളത്തിൻ്റെ ചുമതലയുള്ള ശ്രീ റഹ്മാൻ, ശ്രീ കാളിമുത്തു കമ്മീഷണർ, ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ GST വകുപ്പുമായി ബന്ധപ്പെട്ട സെൻട്രൽ GSTയുടെയും സ്റ്റേറ്റ് GSTയുടെയും ഉദ്യോഗസ്ഥന്മാരോട് പങ്കെടുക്കുന്നുണ്ട്. പ്രിയമുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, പ്രധാനപ്പെട്ട GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കസ്റ്റമേഴ്സ്, എല്ലാ മേഖലയിൽ നിന്നും വരുന്നവർ, എല്ലാ സോണിൽ നിന്നും വരുന്നവർ, വിവിധ തലത്തിലുള്ള കസ്റ്റമേഴ്സ്, ടാക്സ് പേയേഴ്സ് ഇവിടെ ഉണ്ട്. പ്രിയമുള്ളവരെ, GST സമ്പ്രദായം 8 വർഷമാകുമ്പോൾ അതിൻ്റെ ബാലാരിഷ്ടത കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഐ ഹോപ്പ് ദാറ്റ് the people who are here can understand some Malayalam because you are in the service for the last some days, so that 8 വർഷമാവുന്ന ഘട്ടത്തിൽ നമുക്ക് GSTയുടെ കാര്യത്തിൽ ഇന്ന് രാവിലെ വന്ന പത്രത്തിൽ കേരള GST, സെൻട്രൽ GSTയുടെ കേരളത്തിലെ ഓഫീസർമാർ നേടിയ നേട്ടങ്ങളെ പറ്റി വാർത്ത വന്നിരുന്നു. കേരളത്തിൻ്റെ ഗ്രോത്ത് 2 മേഖലയിൽ, അതിനകത്ത് എക്സൈസ് അതുപോലെ തന്നെ GSTയിലെ 18% കഴിഞ്ഞ വർഷത്തേക്കാളും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്, 18%, മോർ ദാൻ 18%, ആൻഡ് ഇൻ ദ കേസ് ഓഫ് എക്സൈസ് ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ 20%. അങ്ങനൊരു വളരെ വലിയ തോതിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഫയലിങ്ങിൻ്റെ കാര്യത്തിലും അപ്പീലിൻ്റെ കാര്യത്തിലും നമുക്ക് മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. GST വരുന്ന സമയത്ത് 1 country 1 tax എന്ന് പറയുന്നതായിരുന്നു സമ്പ്രദായം. ആ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. GST ബാരിയർ ഫ്രീ ആയിട്ടുള്ള ട്രേഡാണ്. അതുകൊണ്ട് മുമ്പ് സെയിൽ ടാക്സ്, വാറ്റൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഓരോ ചെക്ക് പോസ്റ്റിലും കാത്തു കിടക്കുന്ന വാഹനങ്ങളുടെ എണ്ണം, അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രായോഗികമായിട്ട് ബിസിനസ് മാനേജ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ടാക്സിൻ്റെ കാര്യത്തിൽ ആളുകൾക്കൊരു ഉറപ്പുണ്ട്. പക്ഷേ സ്റ്റേറ്റുകളുടെ വരുമാനത്തിനകത്ത് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ വളരെ ചുരുങ്ങിയ സമയം സംസാരിക്കുന്നുള്ളൂ. പക്ഷേ GST കൗൺസിലിൽ നിരന്തരമായി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റാണ് മറ്റ് സ്റ്റേറ്റുകളുടെ കൂടെ കേരളവും. ധാരാളം കാര്യങ്ങൾ പലതും വരുന്നുണ്ട്. ബഹുമാനായ ശ്രീ മോഹൻലാലിനോട്, അദ്ദേഹത്തിനോട് ഞാൻ പറയുകയായിരുന്നു, കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് വിതരണക്കാരുടെയും പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും സിനിമാ തിയേറ്റേഴ്സിൻ്റെയും ടാക്സ് കളക്ട് ചെയ്യുന്നതിന് ദ ഇഷ്യൂ വിച്ച് വി റേസ് ദെയർ ആൻഡ് ഇറ്റ് വാസ് അക്സെപ്റ്റഡ്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. GST പല വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്ത് വ്യത്യസ്തമായ നികുതി ഘടനകളുണ്ട്. ഉദാഹരണത്തിന് ബേക്കറിയിൽ വിൽക്കുന്ന കുഴക്കട്ടയ്ക്ക് 18%, ബേക്കറി വിൽക്കുന്ന അച്ചപ്പത്തിനോ വേറെ മറ്റ് സാധനങ്ങൾക്ക് 5%, ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. കുഴക്കട്ടയ്ക്ക് എന്താണ് ഈ പ്രത്യേകത എന്ന് നമുക്ക് തോന്നാം. കുഴക്കട്ട വിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം സ്പെസിഫിക് ആയ ഒരു സാധനമാണ് കുഴക്കട്ട. ഐ കനോട്ട് സ്പീക്ക് ദ നെയിം ദ ഇംഗ്ലീഷ് വേർഡ് ഓഫ് കുഴക്കട്ട. Anyway, it is a boiled thing. So these kind of issues are there while discussing in the GST Council. അതൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു യൂണിഫോം പാറ്റേൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ GSTയുടെ ഒറിജിനൽ ഇഷ്യൂസ് പലതും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൻ്റെ കഴിഞ്ഞ മെയ് മാസത്തിൽ നിന്ന് ഈ മെയ് മാസത്തേക്കുള്ള കേരളത്തിലെ GSTയുടെ ഗ്രോത്ത്, കളക്ഷൻ ഗ്രോത്ത് 24% ആണ്. റവന്യൂവിൻ്റെ ഗ്രോത്ത് 9% ആണ്. ഇതിൻ്റെ വ്യത്യാസം GST ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. കാഷായിട്ട് കളക്ട് ചെയ്യുന്നത് ഇറ്റ്സ് 24%. മേ ബി നോട്ട് എ ജനറൽ തിങ്, ഇറ്റ്സ് എ റയർ തിങ്, ബട്ട് 18% ഫോർ ദി സ്റ്റേറ്റ്, ദി നാഷണൽ GST Commissionerate said that GST, central GST collected, the improvement is 18 or increase is 18%. While going into the details of the revenue, actual revenue collection, it may be less than 9%. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണഗതി കേരളം പോലൊരു സ്റ്റേറ്റിന് കളക്ട് ചെയ്യുന്ന പണത്തിനേക്കാളും കൂടുതലായിരിക്കണം റവന്യൂ. സിമ്പിളായിട്ട് ഞാൻ GST ഉദ്യോഗസ്ഥന്മാരിരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടുതൽ അതിൻ്റെ വിശദീകരണം പറയേണ്ടതില്ല. ഇവിടെ കിട്ടുന്ന ക്യാഷും നമ്മൾ ഹൈദരാബാദിൽ നിന്നോ ബോംബെയിൽ നിന്നോ പൂനെയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന സാധനം ഇവിടെ കൊണ്ട് വിൽക്കുമ്പം അതിൻ്റെ കിട്ടുന്ന ഇൻപുട്ട് ടാക്സും തമ്മിൽ തട്ടിക്കിഴിച്ചിട്ടുണ്ടാവുന്നതാണ് റവന്യൂ. 1/3 ഓഫ് ദി കൺസംഷൻ ഇൻ കേരള ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ Kerala industry, and 2/3, around 60%, more than 60% is produced by other states and we are consuming in Kerala.
naturally we are expecting that the input tax will be more or IGST will be more. But what actually is happening is, if 18% is the collection, the revenue should be more than that. But here, the revenue part is coming down. Just now also I had a discussion with the Chief Commissioner. So this is a very serious issue we have to look into. And it needs a lot of hard work to come into a conclusion.